ഇന്ന് ജനുവരി 29, 2025. വർഷം പിറന്നിട്ട് വെറും 29 ദിവസം. ഇതിനോടകം കേരളം 2 ദാരുണമായ പ്രാകൃതമായ കൊലപാതകങ്ങൾ കണ്ടു കഴിഞ്ഞു. ഒന്ന്, എറണാകുളത്ത് ഒരു ക്രിമിനൽ ഒരു വീട്ടിൽ കയറി 3 പേരെ തല്ലിക്കൊന്നു. മറ്റൊന്ന്, പാലക്കാട് നെന്മാറയിൽ ഒരു വ്യക്തി 3 പേരെ വെട്ടിക്കൊന്നു. ഇതിനോടുപരി ക്രിമിനൽ മെന്റാലിറ്റി ഈ ഒരു 25-29 ദിവസത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, 29 ദിവസം അല്ല ഞാൻ പറഞ്ഞത്, വർഷം പറഞ്ഞിട്ട് 29 ദിവസമേ ഉള്ളൂ. കേരളത്തിലെ കൊച്ചു പിള്ളേർ തൊട്ടുള്ള ആൾക്കാരുടെ ക്രിമിനൽ ഒഫൻസ് മെന്റാലിറ്റി കൂടിക്കൊണ്ട് വരികയാണ്. ഇന്ന് തിരുവനന്തപുരത്ത് ഒരു റിപ്പോർട്ട് ചെയ്തു, സ്കൂൾ ബസ്സിനകത്ത് ഒരു 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വ്യക്തി 9ാം ക്ലാസ്സുകാരനെ കുത്തുന്നു, കത്തി വെച്ച് കുത്തുന്നു. ഒരു 4 കേസ്, കുത്ത് കേസ് തന്നെ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. സഹപാഠികളെ അല്ലെങ്കിൽ സീനിയർ വിദ്യാർത്ഥികൾ, ജൂനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികളെ, സഹപാഠികളെ, ഇവരെയെല്ലാം കത്തിവെച്ച് കുത്തുന്നു. ന്യൂ ഇയറിന് 14 വയസ്സുള്ള ഒരു വ്യക്തി 30 വയസ്സുകാരനെ വെട്ടിക്കൊല്ലുന്നു. ഡ്രഗ് മാഫിയകളുടെ വിളയാട്ടം കലാലയങ്ങളിൽ, കോളേജുകളിൽ, സ്കൂളുകളിൽ കൂടിക്കൂടി വരുന്നു ദൈനംദിനം. കേരളത്തിൽ സാധാരണപ്പെട്ട ഒരു മനുഷ്യന്, അതായത് ഒരു ഉറുമ്പിനെ പോലും നോക്കാത്ത ഒരു മനുഷ്യന് ഭയം കൂടാതെ ജീവിക്കുക എന്നുള്ള ഒരു അവസരം നിഷേധിക്കപ്പെട്ടു വന്നിരിക്കുകയാണ്. നമ്മൾ വെറുതെ നടന്നു പോയാലും, കാറിനകത്ത് യാത്ര ചെയ്താലും കൊച്ചു പിള്ളേരെ പോലും നമുക്ക് നോക്കാൻ മേലാത്തൊരു അവസ്ഥയാണ്. കാര്യം അവരുടെ കയ്യിൽ എന്തിരിക്കുന്നു, കത്തി വെച്ച് ചിലപ്പോൾ താങ്ങിക്കളയും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെയെല്ലാം സഹായിക്കുന്ന രീതിയാണ് നമ്മളുടെ ഭരണകക്ഷി നടത്തുന്നത് എന്നുള്ളതാണ് പുതിയൊരു വാർത്ത. അതായത് 2029 ചെങ്ങന്നൂര് ചെറിയനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കുപ്രസിദ്ധ കൊലപാതകം നടന്നു. കാർണവർ വധ കേസ് എന്ന് പറയുന്ന ഒരു ദാരുണമായ ഒരു കൊലപാതകം നടന്നു. അതിനകത്ത് പങ്കാളിയായ 1ാം പ്രതി ഷെറിൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് ഒട്ടനവധി ദുർനടപടികളും ക്രിമിനൽ ഒഫൻസുകളും, ജയിലിനകത്ത് തന്നെ ബഹളം ഉണ്ടാക്കി. അത് തന്നെയല്ല, ഒത്തിരി പൊളിറ്റിക്കൽ ഹോൾഡ് ഉള്ള ഒരു വ്യക്തിയാണ് പുള്ളിക്കാരത്തി. 15 വർഷം ജയിലിൽ കിടന്ന് ഏതാണ്ട് 500 ദിവസത്തോളം പരോള് കിട്ടിയ ഒരു വ്യക്തിയാണ്. ഇതെല്ലാം പിടിപാടിന്റെ അടിസ്ഥാനത്തിലാണ്. പുള്ളിക്കാരത്തിയെ ഇന്ന് മന്ത്രിസഭ കൂടി വെറുതെ വിട്ടിരിക്കുന്നു. അതായത് 15 വർഷത്തിന് ശേഷം ശിക്ഷാ കാലാവധി നിർത്തിയിരിക്കുന്നു. മന്ത്രിസഭ കൂടിയാണ്. ഇതിനകത്തൊരു പ്രമുഖ മന്ത്രിയുടെ കൈയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ചെങ്ങന്നൂരുകാരനായ അംബേദ്കറിനെയും ഭരണഘടനയും വെല്ലുവിളിച്ച ഒരു മാംസപിണ്ഡം, ഒരു നിർഗുണ മാംസപിണ്ഡം, നിർഗുണം എന്ന് പറയാൻ മേല, ഒരു പാഷാണത്തിൽ മാംസപിണ്ഡം എന്ന് പറയാം. ആ വ്യക്തിയുടെ കൈകടത്തൽ ഉണ്ടെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. എന്നിരുന്നാലും ആ സ്ത്രീയെ വെറുതെ വിട്ടിരിക്കുന്നു. അപ്പോൾ എന്താ? സത്യത്തിനും നീതിക്കും വിലയില്ല. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഗവൺമെന്റ് കൂടെ നിൽക്കുന്നു. ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം മാത്രമല്ല. ഇവിടെ കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ആരൊക്കെയാണെങ്കിലും ജനങ്ങൾക്കൊരു സഹായമില്ലാത്ത രീതിയാണ് കാര്യം പോകുന്നത്. നമുക്കറിയാം, വയനാട്ടിൽ പുലി ഇറങ്ങി, കടുവ ഇറങ്ങി, സിംഹം ഇറങ്ങി, ആന ഇറങ്ങുന്നു, ജനങ്ങൾ നട്ടോട്ടം ഓടുന്നു, സ്ത്രീയുടെ ജഡത്തിന്റെ പകുതി കിട്ടുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ വനമന്ത്രി എവിടെയാ? കോഴിക്കോട് ഒരു റാമ്പ് വോക്ക്, അതായത് ഫാഷൻ ഷോയിൽ നിന്നും പാടുകയാണ്. എന്ത് പാട്ടാണ്? നല്ല ഒറിജിനൽ ഹിന്ദി പാട്ട്. ചുപ്പ് ചുപ്പ് ചലന മേ ക്യാ രാഗ് ഹൈ ക്യോം ചുപ്പ് നാ സകേ പരമാത്മാ മേരി. ആ പാട്ട് അവിടെ പോട്ട്. അവിടെ ഒരു MP ഉണ്ട്, ഒരു കോൺഗ്രസ്സുകാരി, ഒരു രാജകുടുംബം, പ്രിയങ്ക ഗാന്ധി. പുള്ളിക്കാരത്തി ഏതാണ്ട് 4 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് അവിടുത്തെ ജനങ്ങള് ജയിപ്പിച്ച് അങ്ങ് ഡൽഹിക്ക് വിട്ടു. അതിനുശേഷം ഈ ഏരിയയിലേക്ക് വന്നിട്ട് ഈയിടെ എങ്ങാണ്ട് വന്നിട്ട് പറയുകയാണ്, ഞാൻ എപ്പോഴും ജനങ്ങളുടെ കൂടെയാണ്, ഇത് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വരാത്തതിന്റെ കുഴപ്പമാണ്, കേരള സർക്കാർ ഫണ്ട് കൊടുക്കുന്നില്ല. എന്തൊരു ഫണ്ടാ എന്റെ പൊന്നു പെണ്ണും പിള്ള ഇത് വേണ്ടി വരുന്നത്?
നിങ്ങൾക്കൊരു സഹായി അവിടെ വന്ന് ജനങ്ങളുടെ ഒരു ദുരിതാവസ്ഥ പോലും കാണാനുള്ള മനസ്സില്ലേ? അല്ല, അത് വരണം, ജനങ്ങൾക്ക് അത് വരണം. കാര്യം 4 ലക്ഷത്തിൽ പരം വോട്ടിന് ഇവർ ജയിപ്പിച്ചു വിട്ടതാ. ആ കുത്തുമ്പഴത്തേക്കിന് ഒരു മൂളെങ്കിലും വേണ്ടേ? അപ്പം അവരുടെ ഭാഗത്തൊന്നും ഇല്ല. പിന്നെ BJPയുടെ കാര്യം അവിടെ പറയണ്ട. അപ്പം ജനങ്ങൾ ആരെ പിടിച്ചാൽ ഊരെ കിട്ടുമെന്നുള്ള ഒരു തത്രപ്പാടിൽ ഓടി നടക്കുകയാണ്. നമുക്ക് ഈ ദാരുണമായ 2 കൊലപാതകങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, പരവൂർ നടന്ന ഒരു കൊലപാതകം 3 പേരെ തല്ലിക്കൊല്ലുകയാണ്. ഈ കൊലപാതകം നടത്തിയത് യദു എന്ന് പറയുന്ന ക്രിമിനൽ. അദ്ദേഹം വധശ്രമം, മോഷണം, പിടിച്ചുപറി, സ്ത്രീ വിഷയങ്ങൾ, ഇതിനകത്തെല്ലാം അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിനെതിരെ 5 തവണയിൽ കൂടുതൽ തദ്ദേശവാസികൾ പ്രസ്തുത പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ഉന്നയിക്കുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരുവിധ അന്വേഷണമോ കരുതലായിട്ട് അയാളെ പിടിച്ചു വെക്കുകയോ ചോദ്യം ചെയ്യുകയോ ഇതൊന്നും നടന്നില്ല. അബ്സല്യൂട്ട് പോലീസിന്റെ അനാസ്ഥ, നിസ്സംഗത. എന്തുവേണ്ടി 3 പേരെ പുള്ളിക്കാരൻ തല്ലിക്കൊന്നു. അതിനുശേഷം പോലീസുകാർ പറയുന്നു ഇദ്ദേഹം മാനസിക വിഭ്രാന്തിയുള്ള ചെറുപ്പക്കാരനാണ്. എന്താ ഇങ്ങനെ? അപ്പോ പാലക്കാട് നടന്ന എന്താ? ഇതേ അവസ്ഥ തന്നെ. 2019 ഈ ചെന്താമര എന്ന് പറയുന്ന ആ ക്രിമിനൽ ഒരു സ്ത്രീയെ കൊല്ലുന്നു. ആ സ്ത്രീയുടെ ഭർത്താവിനെയും അമ്മയും ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം പുള്ളിക്കാരൻ കൊല്ലുന്നു. അപ്പൊ അതിനകത്ത് ജാമ്യത്തിന് വ്യവസ്ഥാപിത ജാമ്യമാണ് അവിടെ കോടതി കൊടുത്തത്. കാര്യം 2019 നടന്ന കൊലക്കേസിന്റെ ട്രയൽ തുടങ്ങിയതേ ഉള്ളൂ. അപ്പം ട്രയൽ നടക്കുമ്പോൾ വ്യവസ്ഥാപിതമായിട്ട് ഈ പറയുന്ന ചെന്താമരയ്ക്ക് കോടതി ജാമ്യം കൊടുത്തു. ഈ ജാമ്യത്തിന്റെ വ്യവസ്ഥകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ചെന്താമര ഇവിടെ വസിക്കുകയും അവിടുത്തെ ജനങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുകയും ഈ മരിച്ച വ്യക്തി പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുകയും ചെയ്തു. പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരുവിധ നടപടി എടുത്തിട്ടില്ല. അബ്സല്യൂട്ട് നെഗ്ലിജൻസ് അല്ലെ? പോലീസിന്റെ ജോലി എന്താ? ഇത് തടവ് ആ കക്ഷി ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പം പറ്റുകയാണെങ്കിൽ, വ്യവസ്ഥകളിൽ വ്യത്യാസം വരുത്തുകയാണെങ്കിൽ അയാളെ പിടിച്ച് ജയിലിലിടുക. അവിടെ അത് നടന്നു. 2 കേസും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ 2 വീട്ടിലെയും പിള്ളേര് അനാഥമായി എന്നുള്ളതാണ്. ഈ 2 കേസിലെയും പ്രതികളുടെ അല്ലെ ക്രിമിനൽസിന്റെ ഭാവം നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഇതിനെപ്പറ്റി ഒരു വ്യാകുലതയും ഒരു മനസാക്ഷി കുത്തലുമില്ല എന്നുള്ളതാണ്. ഈ പരവൂർ നടന്ന ക്രിമിനലിനെ ചോദ്യം ചെയ്തപ്പോൾ ജനം ഞെട്ടിപ്പോയി. അവൻ പറഞ്ഞത് എനിക്ക് സങ്കടമാണ്, 4 പേരെയാണ് ഞാൻ ഒന്നും ചെയ്തത്, അതിൽ മരിച്ചത് 3 പേരേ ഉള്ളൂ. അതുപോലെ തന്നെ പാലക്കാട്ടെ അവനും പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെന്താമര എനിക്കിനിയും എന്റെ ടാർജറ്റിൽ 3 പേര് കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളുടെ ജയിലിലെ ഫുഡ് പഴയ രീതിയല്ല, പഴയ രീതി ഉണ്ടും വെള്ളമല്ല. ഇപ്പോൾ പുതിയതായിട്ട് അപ്ഗ്രഡേഷൻ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം മട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴുപ്പടങ്ങി ഭയങ്കര ഫുഡാണ്. 700 രൂപ കിലോ, ഏതാണ്ട് 250-300 ഗ്രാം മട്ടൺ കറി ആഴ്ചയിൽ 1, ചിക്കൻ കറി ആഴ്ചയിൽ 1, മീൻ കറി ആഴ്ചയിൽ 1, അതുപോലെ തന്നെ ധാന്യങ്ങള്, ചപ്പാത്തി, ഉപ്പുമാവ്, ചായ. ഹൈ, എന്തൊരു സുഖം! വേറൊരു പ്രധാന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ രാഷ്ട്രീയ കക്ഷികളുടെയും ഗുണ്ടകൾ, ക്രിമിനൽ ഗുണ്ടകൾ അവരുടെ സുഖവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് നമ്മളുടെ സംസ്ഥാനത്തുള്ള ജയിലുകൾ. അത് ഏത് കക്ഷി ഭരിക്കുന്നുവോ ആ കക്ഷികളുടെ ക്രിമിനൽസിന്റെ സുഖവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് നമ്മളുടെ ജയിലുകൾ. നമുക്കറിയാം, നവീനല്ല പെരിയ കൊലക്കേസിനകത്ത് ജയിലിനകത്ത് കയറി ചെന്നിട്ട് വെല്ലുവിളി നടത്തുകയാണ് ആര്? ജയരാജൻ. ഏതാണ്ട് ജയില് മാനേജ്മെന്റിന്റെ ഒരു വക്താവാണ് ഈ പറയുന്ന പാർട്ടിയുടെ വക്താവായിട്ടുള്ള ജയരാജൻ. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളതല്ല, ഭരണകക്ഷിയുടെ. അപ്പൊ അവിടെ എന്താ നടക്കുന്നത്? ഈ പറയുന്ന ക്രിമിനൽസിനെ ഊട്ടി പരിപോഷിച്ച് ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് ഒരു സുഖവാസ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മളുടെ ജയില്, അല്ലെങ്കിൽ കേരളത്തിന്റെ ജയില്, അല്ലെ? അതാണോ വേണ്ടി വരുന്നത്? നമുക്ക് തന്മൂലം സാധാരണപ്പെട്ട മനുഷ്യന് ഇതുവഴി ഇറങ്ങി നടക്കാൻ മേലാത്ത അവസ്ഥയിലേക്ക് വരുന്നു.
നിങ്ങൾക്കറിയാം, പല ലൈഫ് ഇംപ്രിസൺമെന്റിന്റെ ആൾക്കാര് പരോൾ എടുത്ത് വെളിയിൽ കൂടെ നടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ സമയത്തും അവർ ക്രിമിനൽ ഒഫൻസ് നടത്തുന്ന ഒട്ടനവധി കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനെ പരോൾ കൊടുക്കാനാണെങ്കിൽ ഇവന്മാരെ എന്തിനാണ് ഇങ്ങനെ ലൈഫ് ഇംപ്രസ്മെന്റ് ശിക്ഷിക്കുന്നത്? ഇവന്മാരെ എന്തിനാണ് ഈ ട്രയലിന് കൊണ്ടുപോകുന്നത്? കോടതി ചെലവ്, സർക്കാരിന്റെ ചെലവ്, അത് ഇതും എല്ലാം ചെലവ്. അവരെ പിന്നെയും കൊല്ലാൻ അങ്ങ് വിടുക എന്നുള്ളതല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവന്മാരെ പിടിച്ച് കൃത്യമായിട്ടുള്ള ശിക്ഷ കൊടുക്കുക, അതല്ലേ വേണ്ടത്. ഒരു സമൂഹത്തിന് തന്നെ ദോഷമുണ്ടാകുന്ന ആൾക്കാരെ ഇങ്ങനെ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത് നമ്മുടെ ജനപ്പെരുപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രഗ് മാഫിയ ദൈനംദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരുടെ ഫൈറ്റിംഗ് മെന്റാലിറ്റി ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചു പിള്ളേര് വരെ കത്തിയുമായിട്ടാണ് നടക്കുന്നത്. അപ്പോ ഇതിനകത്ത് പോലീസിന്റെ നിസ്സംഗതമായിട്ടുള്ള ഒരു ഭാവം, അല്ലെങ്കിൽ ഒരു ജോലിയോടുള്ള ഒരു അർപ്പിത ബോധമില്ലാതെ ഒരു പ്രവൃത്തി സമൂഹത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അവരുടെ മേലിൽ സമ്മർദ്ദമുണ്ട്, പാർട്ടിയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ കോമരങ്ങളുടെ സമ്മർദ്ദമുണ്ട്. അവർക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ അയർക്കുന്നം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ബോച്ചയുടെ കേസ് വന്നപ്പോൾ പ്രമുഖ നടി കൊടുത്ത കേസ് അന്വേഷിച്ച ഒരു IPS കാരി ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ പുള്ളിക്കാരത്തിയായിരുന്നു SHO ആയിട്ടിരുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു വ്യക്തിയുടെ, ഒരു സ്ത്രീയാണ്, വിഡോയാണ്, ആരും സഹായമില്ല, കച്ചവടമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരത്തി കുറെ സാമൂഹ്യ വിരുദ്ധര് വന്ന് ഉപദ്രവിക്കുകയും വഴക്ക് പിടിക്കുകയും ചെയ്തു. ആണുങ്ങൾ വന്നു, കംപ്ലൈന്റ് ഞാൻ എഴുതി കൊടുക്കുന്നു, ഈ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. 4 ദിവസം കഴിഞ്ഞിട്ടാണ് അന്വേഷണം വന്നത്, ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നു, കേസ് പോകും. ഇപ്പൊ കേസ് നടക്കുന്നുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴത്തേക്കിന് അവർക്ക് എല്ലാം ഒരു സമാധാന ഭാവമാണ്. നമ്മൾ അതിനെ ചോദ്യം ചെയ്താൽ നമ്മളുടെ മെക്കെട്ട് കയറും. നമുക്ക് വേണ്ടത് എല്ലാ രീതിയിലും ജനങ്ങളെ മനസ്സിലാക്കാൻ അറിയുന്ന ഒരു നല്ല പോലീസ് സംവിധാനത്തെ, അവരെ നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു ഭരണ സംവിധാനത്തെ അല്ലേ നമുക്ക് വേണ്ടത്. നമ്മൾ ഒരു പാർട്ടിയും കുറ്റം പറയേണ്ട കാര്യമില്ല. ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മച്ച ബന്ധമാണ്. ഈ കമ്മ്യൂണിസ്റ്റ് ആണേലും കോൺഗ്രസ് ആണേലും BJP ആണേലും. കോൺഗ്രസ്സുകാരനാ നല്ലതാണോ? അഴിമതിയല്ലേ? ഒരു ജനങ്ങളുടെ എന്തേലും ഒരു ദുരവസ്ഥ വരുമ്പോൾ ഈ കോമരങ്ങൾ നടുക്ക് വരികയാണ്. ഞങ്ങളാണ്, അങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചതാണ്, കേരളം. ഇതാണോ വരേണ്ടത്? ഇതാണോ വേണ്ടത്? നമുക്കൊരു നല്ലൊരു ഭരണകർത്താക്കളെയാണ് വേണ്ടത്, നല്ലൊരു നിയമ സംവിധാനത്തിനെയാണ് വേണ്ടത്, നല്ലൊരു പോലീസ് സംവിധാനത്തിനെയാണ് വേണ്ടത്. ഇത് അതിക്രമിച്ചു കഴിഞ്ഞു. ഒത്തിരി നേരം നമുക്ക് ഈ രീതി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങള് കുത്തിമരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്.